ശിവന്തനാഭൻ ഇവിടെ നിതിൻ കണിച്ചേരി പറഞ്ഞതുപോലെ നിങ്ങൾ ചൂണ്ടയുമായി നടക്കുകയാണ്. ഇ.പി.യെ കിട്ടുമോ, പിണറായിയെ കിട്ടുമോ, കുഞ്ഞാലിക്കുട്ടിയെ കിട്ടുമോ, ആരെ കിട്ടുമോ, നിങ്ങൾ ചൂണ്ടയുമായി നടക്കുകയാണ് ആണോ? അല്ല, ഞങ്ങൾ മറ്റു പാർട്ടികളിൽ നിന്നുള്ള ആളുകളെ ഭാരതീയ ജനതാ പാർട്ടിയിൽ എത്തിക്കാനുള്ള ശ്രമം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തുന്നുണ്ട്. ചില ആൾക്കാർ ഞങ്ങൾ അങ്ങോട്ട് സമീപിക്കും, ചില ആൾക്കാർ ഞങ്ങൾ ഇങ്ങോട്ട് സമീപിക്കും. ഈ ആൾക്കാരുമായി ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോകും. അത് ഇന്ത്യ മുഴുവൻ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഹേമന്ത ബിശ്വ ശർമ്മ വന്നത്, അങ്ങനെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ വന്നത്, അങ്ങനെയാണ് നമശിവായം വന്നത്. അപ്പോൾ ഇത് ഒരു പ്രോസസ്സാണ്, അത് ഇനിയും തുടരും. അത് കേരളത്തിലുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ വന്നിട്ടുണ്ട്, ചില ആൾക്കാർ വന്നിട്ടില്ല. അത് രണ്ട് ഭാഗത്തുനിന്നുമുണ്ട്, ഇടതുപക്ഷത്തു നിന്നുമുണ്ട്, വലതുപക്ഷത്തു നിന്നുമുണ്ട്, അതായത് UDF നിന്നുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഈ ചർച്ച വീണ്ടും തുടരും. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു എന്താ പറയുക വിഷമമില്ല അത് പറയാൻ. ഫുൾ ഡീറ്റെയിൽസ് എന്നോട് ചോദിക്കരുത്. വരുമെന്ന് പ്രതീക്ഷയുണ്ടോ? വരുമെന്ന് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ടോ ഇല്ലയോ എന്നൊക്കെ പരസ്യമായിട്ട് പറയാൻ പറ്റുമോ? ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, നോക്കുക, കാത്തിരുന്ന് കാണാം. ഞങ്ങൾ പക്ഷേ ഡീറ്റെയിൽസ് മുഴുവനായി ചോദിച്ചാൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം അത് മര്യാദയല്ല. പൈപ്പ് ലൈനിലാണ് സ്റ്റിൽ അങ്ങനെ പലരായിട്ടും, നോട്ട് വാസ് ജസ്റ്റ് 1%, വേറെ ആൾക്കാർ പൈപ്പ് ലൈനിലുണ്ട്. താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നത് ഇനിയിപ്പോൾ ഈ ജയരാജൻ BJP-യുടെ ചർച്ചയുടെ വിവരങ്ങൾ വെളിപ്പെട്ടതിലും നേട്ടം UDF-നാകാനല്ലേ വഴി? അതല്ലേ യുക്തി? പോളിംഗ് കഴിയുമ്പോഴും മോദി പറഞ്ഞ ഡബിൾ ഡിജിറ്റ് എന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ ശിവനാഭൻ? ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാലോ, ഞങ്ങൾ ഒന്നിലധികം ലോക്സഭാ സീറ്റുകൾ കേരളത്തിൽ ജയിക്കും. അതും ഇതുമായിട്ടൊരു ബന്ധവുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ആളുകൾ കേരളത്തിലും BJP-യിലേക്ക് വരും. അത് ഇടതുമുന്നണിയിൽ നിന്നും വരും, കോൺഗ്രസ് മുന്നണിയിൽ നിന്നും വരും. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ പലരുമായി സംസാരിച്ചിട്ടുണ്ട്, പലരും ഞങ്ങളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. 2024 ശേഷം, അതായത് ജൂൺ മാസം 4 ശേഷം നമുക്കത് കാണാൻ സാധിക്കും. ശരി, ഞാൻ അങ്ങനെ